എന്തെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടുക. അമ്മേ, മാളൂട്ടിക്ക് ഇതൊന്നും പറ്റില്ല. അമ്മ എന്തോ പറയുന്നേ? നമുക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല അമ്മേ. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? അമ്മ എത്ര കള്ളങ്ങൾ അവളെ പറ്റി എന്നോട് പറഞ്ഞിരിക്കുന്നേ. അതുപോലെ ഇത് ഞാൻ വിശ്വസിക്കുന്ന അമ്മ വിചാരിച്ചിരിക്കുന്നേ. എടാ മോനെ, നീ ഇത് വിശ്വസിക്കണം. ഇത് സത്യമാണ്. എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല മോനെ. സത്യമായിട്ടും അമ്മ പറയാ, നിന്നോട് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് മാളൂട്ടിയോട് ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി അവളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും ഞാൻ വിശ്വസിച്ചൊന്നും വരില്ല. അമ്മ പറയുന്ന ഓരോന്ന് കേട്ട് ഞാൻ മാളൂട്ടി ഒരുപാട് ഉപദ്രവിച്ചിട്ട് അന്നൊക്കെ അവൾക്ക് അവളുടെ അമ്മ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അവളുടെ അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല അമ്മേ. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറല്ലേ മോനെ? ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ വിശ്വസിച്ചിട്ടില്ലേ? ഇത് നിനക്ക് വിശ്വസിച്ചൂടെ? അമ്മ പറഞ്ഞ പോലെ ഞാൻ ആ ആയ ഒഴിവാക്കിയില്ലേ? അമ്മ മാളൂട്ടി നോക്കിക്കോളാന്ന് പണ്ടല്ലേ ഞാൻ ആയ ഒഴിവാക്കിയത്. ഇന്ന് ഞാൻ ആഴെ വെക്കട്ടെ, അതല്ലേ നല്ലത്. എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നത്? അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നീ ഇപ്പോ എന്നെ എതിർക്കാൻ തുടങ്ങിയോ? അത് നിന്റെ മോക്ക് വേണ്ടി? അങ്ങനെയൊന്നും ഇല്ല അമ്മ. അമ്മ എന്താ പറയുന്നേ? ഞാൻ മാളൂട്ടിയെ ഇവിടുന്ന് പുറത്താക്കണോ? അത് തല്ലണോ? എന്താ വേണ്ടത് അമ്മയ്ക്ക്? അതെ, നീ അവളെ വരച്ച് വലയിൽ നിർത്തണം. അവൾക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇപ്പൊ അഹങ്കാരം ഇച്ചിരി ഇല്ല, ഒത്തിരി കൂടിയിരിക്കപ്പോ. അമ്മയ്ക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മാളൂട്ടിയെ ശിക്ഷിക്കാൻ പോകില്ല. താമര ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ മേലിൽ ഒരു കൈ വെക്കാനും പറ്റില്ല. അവൾ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തല്ലാമായിരുന്നു. കാരണം അവളുടെ അമ്മ ഇവിടെയുണ്ട്. ഇപ്പോൾ അവളുടെ അമ്മ ഇവിടെ ഇല്ല. എനിക്ക് തല്ലാൻ പറ്റില്ല അമ്മ. അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇപ്പോഴുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം. അമ്മ എന്താ ദോഷം ചെയ്യേ? ഈ വീട്ടിൽ വന്നാൽ ഒരു സമാധാനം അമ്മ തരില്ല. എനിക്കൊരു ഫുഡ് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാം. എടാ മോനെ, നിക്കടാ. ഇവനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നല്ലോ, ഞാൻ കഴിക്കട്ടെ? താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? താങ്ക് യു. എനിക്കിങ്ങനെ മുത്തശ്ശി വിളമ്പി വെക്കാറൊന്നും ഇല്ലല്ലോ. താങ്ക് യു മുത്തശ്ശി. എടി എടിക്കടി മുത്തശ്ശി, എന്നോടല്ലേ എണീക്കാൻ പറഞ്ഞേ? എണീക്ക്. പക്ഷേ എന്തിനാ? ഞാനിത് കഴിച്ചോട്ടെ. എണീക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എണീക്ക്. നിന്റെ ഇന്നലത്തെ അഹങ്കാരത്തിന് ഞാൻ കാണിച്ചു തരാം. ഇന്നലത്തെ എന്താ അഹങ്കാരം മുത്തശ്ശി? ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങിയല്ലോ. നീ ഇന്നലെ എന്നെ ടെറസിൽ കൊണ്ടേ അടച്ചിട്ട് സുഖമായി ഉറങ്ങണ്ടായിരുന്നു. മുത്തശ്ശി ഞാനോ? മുത്തശ്ശിക്ക് വട്ടായോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ആരടി നിന്റെ പ്രേതമാണോ ഇതൊക്കെ ചെയ്തത്? മുത്തശ്ശി ഇപ്പൊ എന്താ പറഞ്ഞേ? പ്രേതമാണോ ഇതൊക്കെ ചെയ്തതെന്ന്? എന്താ മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുക? നീ ഇന്നലെ എന്നെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് ഞാൻ തന്നിരിക്കും. മുത്തശ്ശി എന്തിന് ശിക്ഷ? ശിക്ഷ എന്തിനാണ് എനിക്ക് അറിയില്ലേ? ഇന്നലെ നീ വീട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്? എനിക്കൊന്നും അറിയില്ല. ഓ, ഇന്നലെ എന്തൊരു ധൈര്യമായിരുന്നു. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? തൽക്കാലം നീ എനിക്ക് പോയി വിടുന്നത്. ഇന്ന് നിനക്ക് ഭക്ഷണമില്ല. ഇന്നലെ ഞാൻ ടെറസിന്റെ മേലെ പൂട്ടിയിട്ട് നീ സുഖനിദ്രയായിരുന്നില്ലേ? എന്നിട്ട് നീ എപ്പോഴാണ് ഇത് തുറന്നിട്ടത്? ഞാൻ രാവിലെ തുറന്നു നോക്കിയപ്പോൾ തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഞാനത് അടക്കാനും വന്നിട്ടില്ല, തുറക്കാനും വന്നിട്ടില്ല. എനിക്ക് ഒന്നും അറിയില്ല മുത്തശ്ശി. മുത്തശ്ശി വട്ടായതാണോ അതോ എന്നോട് ഞാൻ ഈ മേശം വന്ന് എണീക്കാൻ പറഞ്ഞോ ഇല്ലയോ? എണീറ്റ് പോ. അന്ന് ടെറസിൽ ഞാൻ കിടക്കുകയായിരുന്നില്ലേ? അതെ, അന്ന് ഞാനൊരു കുട്ടിയെ കണ്ടു. ആ കുട്ടി എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ചു. അതുവരെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നീട് എന്താ സംഭവിച്ചത്? എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറേ നേരം ഉറങ്ങി. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി നീറ്റെന്ന് തോന്നുന്നു. അതെ, ഞാൻ നീറ്റപ്പോ ആ കുട്ടി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ എന്താ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് ഓർത്ത് നോക്കിയാലോ? അതെ, എനിക്ക് അവിടെ ഇവിടെ ഓർമ്മ വരുന്നുണ്ട്. മാളൂട്ടി, മാളൂട്ടി, ശരിക്കും നീ ആരാ? മാളൂട്ടി, സത്യം പറഞ്ഞ ഞാൻ ആരാണെന്ന് പറഞ്ഞ് നീ പേടിക്കും. ആരാന്ന് പറ. എന്തായാലും എന്നെ സഹായിക്കാൻ വന്നതല്ലേ? മാളൂട്ടി, ഞാൻ ഇന്നൊരു ദിവസം മുഴുവൻ നിന്റെ ദേഹത്തായിരുന്നു. അതെ മാളൂട്ടി, എനിക്ക് നിന്നെ സഹായിക്കണമായിരുന്നു. നീ എന്തിനാ അപ്പൊ വന്നത്? ഞാൻ വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ നിന്റെ മുത്തശ്ശിയുമായി എനിക്ക് മുൻ വൈരാഗ്യമുണ്ട്. നിന്റെ മുത്തശ്ശി കാരണം എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എങ്ങനെ? അത് ഞാൻ നിന്നോട് പിന്നീട് പറയാം. പക്ഷെ മാളൂട്ടി, എനിക്ക് നിന്നോട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്റെ പേര് ജൂൺ. എന്റെ അമ്മയുടെ മരണത്തിന് കാരണം നിന്റെ മുത്തശ്ശിയാണ്. അത്ര മാത്രമേ എനിക്കിപ്പൊ നിന്നോട് പറയാനാകൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. പക്ഷെ നീ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് നിന്റെ ശരീരം ഒരു മാസത്തെങ്കിലും തരണം. എനിക്ക് എന്റെ പ്രതികാരം വീട്ടണം. പക്ഷെ ആഴ്ചയിൽ 2 ദിവസങ്ങളായ വെള്ളിയിലും ഞായറിലും ഞാൻ നിന്റെ ദേഹത്ത് കയറില്ല. അതായത് നാളെ ഞായറാണല്ലോ, നാളെ ഞാൻ എന്റെ ദേഹത്ത് കയറില്ല. നിനക്ക് മാളൂട്ടിയായി തന്നെ ജീവിക്കാം. പറ്റുമോ? പക്ഷേ എനിക്ക്
പ്ലീസ് ഇതിന് സമ്മതിക്കൂ. നിന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റെ പ്രതികാരമാണ് ലക്ഷ്യം. പിന്നെ നീയും എന്നെ പോലെ തന്നെ അനുഭവിക്കുന്നുണ്ട്. നിനക്ക് നിന്റെ അമ്മയെ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എന്റെ അമ്മ എനിക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പോരാത്തതിന് എന്റെ ജീവനും. പക്ഷെ നീ എങ്ങനെയാ മരിച്ചത്? അതൊക്കെ മാളൂട്ടി ഞാൻ നിന്നോട് നാളെ പറയാം. കാരണം എനിക്കിപ്പോൾ സമയമില്ല. 12 മണി കഴിഞ്ഞാൽ നാളെയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല. എഗ്രിമെന്റിന് നീ ഓക്കെ ആണോ? പക്ഷേ പ്ലീസ് ഓക്കെ ആണോ? പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം, മുത്തശ്ശിയെ അമിതമായി ഉപദ്രവിക്കില്ലെന്ന്. അത് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ ഇതിൽ സമ്മതിക്കൂ. മാളൂട്ടി അത് ഓക്കെ എന്നാ സമ്മതിക്കുന്നു. എഗ്രിമെന്റിന് ഓക്കെ അല്ലേ? നിനക്ക് വെള്ളിയും ഞായറും മാളൂട്ടിയെ ജീവിക്കാം. അല്ലാത്തപ്പോഴൊക്കെ ഈ ജൂണായിട്ടും എനിക്ക് വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ മുത്തശ്ശി മാത്രമല്ല, വേറെയും ചിലർ. ഇന്നലെ മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ ചെയ്തത് അവളല്ലേ? എന്തായാലും നന്നായി. പക്ഷെ അവള് ചെയ്തതിനൊക്കെ ഇപ്പൊ എനിക്കാണ് ഇനി കിട്ടാൻ പോകുന്നത്. സഹായിക്കാൻ വന്നിട്ട് ഇപ്പൊ എന്നെ കൂടെ കുടുക്കിലാക്കിയല്ലോ. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? മാളൂട്ടി നിങ്ങൾ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നേ? മാളൂട്ടി മോളെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നിങ്ങളോട് ഞാൻ പിന്നെ സ്നേഹം കാണിക്കുന്നു. നിങ്ങൾ എന്താ അച്ഛനാ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയല്ല പ്രധാനം. എന്നെ ഒന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്റെ അമ്മയുടെ അടുത്ത് പറയുന്നൊക്കെ ഞാൻ കേട്ടാ. ഇത്ര സ്നേഹം എന്റെ അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടോ? എന്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി മുത്തശ്ശിയുടെ എല്ലാം സഹിച്ചു ഇവിടെ നിന്നു. നിങ്ങൾക്കാണെങ്കിൽ എന്റെ അമ്മ വേണ്ട. നിങ്ങൾ എന്തിനാ എന്നോട് എന്നെ മിണ്ടാൻ വന്നേക്കുന്നേ? മുത്തശ്ശി പറയുന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്നെ കുറെ ഉപദ്രവിച്ചിട്ടില്ലേ? മുത്തശ്ശിയുടെ നുണക്കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്റെ റൂമിലേക്ക് വന്നേ. എവിടെ പോ? മാളൂട്ടി അച്ഛൻ അങ്ങനെയൊന്നും. അറിയാ അച്ഛാ, അച്ഛന് അമ്മയെ ഇഷ്ടന്നേ. അച്ഛന്റെ അമ്മേനെ, അല്ലാതെ എന്റെ അമ്മേനല്ല. മാളൂട്ടി മോളെ അച്ഛൻ ഒരിക്കലും മാളൂട്ടിയുടെ അമ്മയെ വെറുത്തിട്ടില്ല. പിന്നെ അയ്യോ നിങ്ങളിപ്പോ എന്റെ റൂമിൽ നിന്ന് പോകുന്നുണ്ടോ? ദുഷ്ട, എന്നെ ഒറ്റ പോലും നിങ്ങൾ അടിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ ഇനി നിങ്ങൾ എന്നെ അടിക്കാൻ വന്നാണോ? മുത്തശ്ശിയുടെ വർത്തമാനം കേട്ടിട്ട്. ഞാൻ ഇപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നിന്ന് പോയി തരുമോ? അച്ഛനാണത്ര അച്ഛൻ. പാവം എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വരാൻ കാരണമൊക്കെ ഇയാളാ. അച്ഛനെ ഞാൻ ഇനി ഒരിക്കലും സ്നേഹിക്കില്ല എന്റെ ജീവിതത്തില്. എനിക്കൊരു കാര്യം അറിയണം. ഇന്നലെ നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നിനക്ക് എവിടുന്ന ധൈര്യം വന്നേ? പിന്നെ ഇന്നും തൊട്ടാവാടിയാണല്ലോ. ഇന്നലെ നിനക്ക് ഉരുക്കിനേക്കാൾ ബലം ഉണ്ടായിരുന്നു. ഇത് തൊട്ടാവാടിയാണല്ലോ. അത് പിന്നെ മുത്തശ്ശി ആ ഉരുക്കൊക്കെ ഉരുക്കി പോയി. കുഞ്ഞുമോൾ തമാശ പറഞ്ഞതാണോ? അല്ല മുത്തശ്ശി. അത് പിന്നെ മുത്തശ്ശി ഇന്നലെ എനിക്കുണ്ടല്ലോ ഭയങ്കര ദേഷ്യമായിരുന്നേ. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മുത്തശ്ശി. മുത്തശ്ശി എന്നോട് ക്ഷമിക്കാനോ? ഞാനോ നിന്നോടോ? അത് നടന്നു തന്നെ. മുത്തശ്ശിന്റെ വെറുതെ വിട്ടേക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. എനിക്ക് ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ക്ഷമിക്കണം. എന്നോട് ഞാൻ ക്ഷമിക്കാനോ? അവിടെ ഇറങ്ങടി. ഇല്ല മുത്തശ്ശി. ഇറങ്ങുന്നോ? ഞാൻ ചൂരിലെടുക്കണോ? ഇല്ല മുത്തശ്ശി, ഞാൻ ഇറങ്ങില്ല. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ ആരാ ഇതൊക്കെ ചെയ്തത്? ആരാണ് ചോദിച്ചത്? കട്ടിൽ ഇറങ്ങേ, അല്ലെങ്കിൽ കിട്ടും. വായുടെ കൂടെ